മുത്തശ്ശി ഈ ജ്യൂസ് കുടിച്ചേ കുറെ നേരം ക്ഷീണുണ്ടാവും. ഇത് കുടിച്ചു കഴിഞ്ഞിട്ടേ എന്നെ വിളിച്ചോളട്ടോ. ഇനി എന്നിട്ട് വേണമെന്ന് വെച്ചാൽ എന്നെ വിളിച്ചാ മതിട്ടാ. മുടി മുഴുവൻ നരച്ചു നമുക്കിതൊന്നേ കളർ ചെയ്യാം. അപ്പൊ മുത്തശ്ശി ഒന്നും കൂടി ചെറുപ്പാവും. ജ്യൂസ് കുടിച്ചിട്ട് കുറച്ചേരൊക്കെ എടുക്കട്ടാ. മുത്തശ്ശി ചിപ്സ് ഇഷ്ടമുള്ള ചിപ്സേ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. പല്ല് ഇല്ലാത്ത മുത്തശ്ശിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനം കൊണ്ട് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള ചിപ്സാ. ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് എന്റെ വീടിന്റെ അടുത്ത്. കഴിച്ചു നോക്കിയേ, അവരടുത്ത് കഴിച്ചു നോക്കിയേ. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല മുത്തശ്ശി, പല്ല് പൊട്ടി പോവും. മുത്തശ്ശി ഇത് കഴിച്ചു നോക്കിയേ. ഇതെന്തുട്ടാ എപ്പോഴും ഒന്നും കുടിക്കാൻ പാടില്ല, ഷുഗർ വന്നാലോ. ഇതിങ്ങ് മാറ്റിയേ, പല്ല് പൊട്ടിട്ട് ഞാൻ വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. വലിയ കുഴപ്പമില്ല, ഇത് കൊണ്ടുപോ ചേച്ചി, ഇത് കൊണ്ടുപോ. ഇത് കഴിച്ചോട്ടെ മുത്തശ്ശി. ഞാൻ ഡൈരി എടുത്തോണ്ടത്തെ. ഡൈ അടിച്ചു കഴിഞ്ഞാൽ ഡയ്യാ അതൊന്നും വേണ്ട. അതൊക്കെ മുത്തശ്ശിയുടെ മുടി നോക്കി അതൊക്കെ പോവും. അതൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട ചേച്ചി. അതേ മുത്തശ്ശിക്ക് ഇത് ഡൈ ചെയ്ത് കഴിഞ്ഞാലേ 10 പൈസ കുറയാം. ഞാൻ ചെയ്തുതരാം. എന്റെ മുത്തശ്ശി ചെറുപ്പായിട്ടിരിക്കണം. ഇവൾക്ക് കുശുമായിട്ട് പറയുന്നതാ. അല്ലാട്ട മുത്തശ്ശി, മുത്തശ്ശി ഇങ്ങനെ കാണാനാ ഭംഗി. ഒരു തറവാട്ടിൽ ഇങ്ങനെ ഇത്തിരിക്ക് നരച്ചിരിക്കണ മുത്തശ്ശീനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടണ്ടാവാ. ഇത് മതി മുത്തശ്ശി. എന്റെ മുത്തശ്ശി വയസ്സായിട്ടിരിക്കുന്നത് ആൾക്കാരെ ചേച്ചിയുടെ മുത്തശ്ശീനെ ഞാൻ എടുത്തു പറയണ. പിന്നെ എന്റെ തരാ മുത്തശ്ശി. ഞാൻ ഡൈ എടുത്തിട്ട് വരാം കേട്ടാ മുത്തശ്ശി. ഞാൻ ഡൈ അടിക്കാം. മറന്ന ഞാൻ മുത്തശ്ശി ഡൈ അടിച്ചു. നീ ഒന്ന് മറന്ന. ചേച്ചിക്ക് അറിയില്ല, ഞാൻ അടിക്കാം. ഞാനല്ല കൊണ്ടത്, എനിക്കറിയാം അടിക്കാം. അല്ല ചേച്ചിക്ക് അറിയില്ല, ഞാൻ അടിക്കാന്ന്. ആവശ്യം നീയല്ല പറഞ്ഞ ഡൈ അടിക്കണ്ടെന്ന്. മുത്തശ്ശി ഞാൻ അടിച്ചാ മതിയില്ലേ? അത് എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളവര് നല്ല സ്നേഹമുള്ളവരൊക്കെ അടിച്ചോളാം. എന്റെ രണ്ട് എനിക്ക് സ്നേഹം ചേച്ചി. ഞാൻ അടിക്കാറില്ല കൊണ്ട് എനിക്കറിയാം. ഞാൻ അടിക്കാം ചേച്ചി. നിർത്ത്. ഈ സ്നേഹത്തിന്റെ പിന്നിലൊരു കഥയുണ്ട് മക്കളെ. വെള്ളം കൊണ്ടുവരാടി കുടിക്കാൻ. ഓ എപ്പൊ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കും. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയില്ലേ. കാലിന് വേറെ അസുഖമൊന്നും ഇല്ലല്ലോ. ഒന്ന് 8 ഗ്ലാസ് വെള്ളം കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലേ. ഇതേ അല്ലെങ്കിൽ അവളവിടെ ഇരിക്കണല്ലോ, അവളോട് പറഞ്ഞോളെ. എപ്പൊ നോക്കിയാലും എന്നെ വിളിച്ചോണ്ടിരിക്കും. വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. വെള്ള പോടുത്ത് കുടിച്ചോ, എനിക്കൊന്നും വയ്യ. ഒന്ന് എന്നെ കൊണ്ടുപോയി കെടുത്തുക. ഒന്ന് കൊണ്ടുപോയി കെടുത്തുക. അവളോട് പറഞ്ഞിട്ട് അവൾ കൂട്ടാക്കണ്ടേ. ഒന്ന് കൊണ്ടുപോയി കെടുത്തുക. കെടുത്താനാ ഏത് നേരം അവിടെ പോയിട്ട് കെടുക്കന്നില്ല. കുറച്ചേരം അവിടെ ഇരിക്കും മനുഷ്യൻ. ഫോട്ടോ എന്താ പറ്റിയമായ ഒരു സുഖമില്ലാത്ത മാതിരി? എന്തെങ്ങനെ ഇരിക്കുന്നു? ഒരു സ്നേഹമില്ല, എന്ത് പറഞ്ഞാലും ചെയ്ത് തരില്ല. പിന്നെ എന്താ ചെയ്യാ, ഇരിക്കല്ലാണ്ട് വേറെ ഭാഗം. അതിനൊരു വഴിയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ അതേമാതിരി ചെയ്തു നോക്ക്. അമ്മായിക്ക് കുറെ സ്വത്തും സ്വർണ്ണമൊക്കെ ഉണ്ടെന്നേ അവരെ കേക്കല പറയും. അപ്പൊ അവര് സ്നേഹിച്ചോളും. അപ്പൊ ഇതേമാതിരി ഒന്നും വിഷമിക്കേണ്ടി വരില്ല. ചെയ്തു നോക്കട്ടാ. ഞാനോടും പറയണ്ട. ഞാനൊരു കാര്യം പറയാട്ടാ. എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, സ്വർണ്ണമുണ്ട്, ഒക്കെ ഉണ്ട്. എന്നെ ആർക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. അവരാരോടും പറഞ്ഞിട്ടില്ല. ഇതാരോടും പറയരുത് കേട്ടാ. എന്നെ നോക്കണത് ആരാന്ന് വിചാരിച്ചാ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. എൻ്റെ സ്വർണ്ണമൊക്കെ ഞാൻ ഇടാൻ പോവാ. ഞാൻ ആരോ നോക്കണവർക്കൊന്നും ഞാൻ കൊടുക്കും. മുത്തശ്ശീനെ നല്ലോണം സ്നേഹിച്ച് കുപ്പിയിലാക്കണം. എന്നാൽ ആ സ്വത്തൊക്കെ എനിക്ക് കിട്ടുള്ളൂ. ചേച്ചി ഇതറിയാത്തതാണ് എൻ്റെ ഭാഗ്യം. എന്തോരം സ്വത്താ ദൈവമേ. ഇനി ആ തള്ളേനെ സ്നേഹിക്കണ്ടേ? മുത്തശ്ശി
മുത്തശ്ശിയുടെ കൈ ആകെ ചുളിഞ്ഞിരിക്കുക. ഞാനേ ഗൾഫിൽ നിന്ന് പോണ നല്ല ക്രീം ഇരിക്കുന്നുണ്ട്. വാ മുത്തശ്ശിയുടെ ഞാനൊരു ക്രീം പറ്റി തരാം. ഈ ചുളിവ് മാറ്റാനുള്ള ക്രീം ചേച്ചിയിലുണ്ട്. ഉണ്ട് അതല്ല പറഞ്ഞത്. വാ മുത്തശ്ശിക്ക് ഞാനിത് ചുളിവ് മാറ്റിട്ട് ഇവിടെ ചേച്ചി എടുത്തിട്ടാ. ഈ വളയൊക്കെ സൂക്ഷിച്ചോളോട്ടെ, ചിലപ്പോ കാണാണ്ടാവും. മുത്തശ്ശി എപ്പോ നോക്കിയാൽ ഈ 2 വളകളിൽ കണ്ണു വേണട്ടാ. അത് ചില ആളുകളുണ്ട് വളയൊക്കെ ഊരി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മുത്തശ്ശി എപ്പോഴും മാലയിലും വളയിലൊക്കെ ഒരു കണ്ണുണ്ടായിക്കോളട്ടാ. അത് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് വളയൊക്കെ എന്റെ അടുത്ത് സൂക്ഷിക്കാൻ നേരാണ്. മനസ്സിലായി മുത്തശ്ശി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കുന്ന നേരായി. മുത്തശ്ശി ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ. അല്ല മുത്തശ്ശി, ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നേ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നേ. വാ മുത്തശ്ശി വാ. അവിടെ ഉണ്ടാക്കിയത് വായു വെക്കാൻ കൊള്ളില്ല മുത്തശ്ശി. ഇതേ ഞാൻ അവിടെ മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള ചോറും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും കറി ഒന്നും ഇപ്പൊ കൊടുക്കണ്ട. പിന്നെ ബിരിയാണിയാ മുത്തശ്ശിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ ബിരിയാണി. ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശിക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് വാ, അപ്പം കഴിക്കാം. ഉച്ച നേരത്താ അതാ ഇഷ്ടം. ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടം ഇഷ്ടന്ന് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളയൊന്ന് കിട്ടെ. ഇടുവരും ആദ്യം ചേച്ചി വിട്ടെ. ഇങ്ങനെ പിടിച്ചാൽ മതി. ഒരു കൈ ഞാൻ പിടിച്ചു. പതുക്കരെ പതുക്കരെ. ഓ ക്ഷീണിച്ചു മുത്തശ്ശി. ഹോർലിക്സ് കൊടുക്കാൻ വാ മുത്തശ്ശി. എന്നല്ലേ വിളിച്ചത്? ഞാൻ കേട്ടോ മുത്തശ്ശി. വാ ഇവിടുന്ന് കൈ എടുത്തേ. ഞാൻ പിടിച്ചോളില്ലേ? ഒരാളെ പിടിച്ചാ മതി. പതുക്കെ. ഞാൻ ഇവിടെ മുത്തശ്ശിക്ക് ചൂടെടുക്കും. നീ ഒന്ന് മാറുന്ന. ആദ്യം ചേച്ചി മാറും. മുത്തശ്ശി മുത്തശ്ശി ഞാൻ ഫാൻ ഉണ്ടാട്ടാ. ഫാൻ അധികം ഇടണ്ട. മുത്തശ്ശിക്ക് ഫാൻ അറിയാൻ പറ്റില്ലല്ലോ. അല്ല മുത്തശ്ശി കിടന്നു. വീശി തരണം മുത്തശ്ശി. ആ ചേച്ചി വീശി തരും. ചേച്ചി ഇവിടെ ഇരുന്ന് വീശിക്കോളൂ. അല്ല ഫാനിട്ടില്ല. അല്ല വേണ്ട, വീശിക്കോളൂ. ഇവിടെ ഇരുന്നോളൂ. ചേച്ചി വീശി തരട്ടെ. മുത്തശ്ശി കിടന്നു. ഇവിടെ ഇരുന്ന് വീശിക്കോളൂ. ഇവിടെ ഇരുന്നു ചേച്ചി. അല്ല നിനക്ക് വേണമെങ്കിൽ അല്ല, ഞാൻ മുത്തശ്ശിക്ക് എണീറ്റ് വരുമ്പോ നല്ല മാതള നാരങ്ങ ഉണ്ട്, ജ്യൂസ് അടിച്ചു വെക്കാം. ചേച്ചി ഇരുന്ന് വീശിക്കോളൂ കേട്ടോ. നന്നായിരുന്നു വീശട്ടെ.